السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിലെ സഹീഹായ ഹദീസുകളാണ് നാം വായിക്കുന്നത്. ഈ കിതാബിലെ അടുത്ത ബാബു അൽ മഷൂറ. മഷൂറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന എന്നാണ് അർത്ഥം. ഒരു വിഷയം ആളുകളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നതിനാണ് മഷൂറ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. വൻ അംർ ഇബ്നു ദീനാർ ഖാല ഖറഅ ഇബ്നു അബ്ബാസ് വശാവിർഹും ഫീ ബഅദിൽ അംർ. ഖുർആനിൽ ഉള്ള ആയത്തിന്റെ ഒരു ഭാഗമാണ് വശാവിർഹും ഫിൽ അംർ. കാര്യങ്ങളിൽ അവരുമായി കൂടി ആലോചിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അഥവാ സ്വഹാബികളുമായിട്ട് യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ എല്ലാം എന്തെങ്കിലും കാര്യം തീരുമാനിക്കാൻ കൂടി ആലോചിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞു. ഈ ആയത്തിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുമ്പോൾ വിശദീകരണമായി കൊണ്ട് പറയാറുണ്ട് വശാവിർഹും ഫീ ബഅദിൽ അംർ. ഖുർആനിൽ ഫിൽ അംർ എന്നുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണമായി കൊണ്ട് ഫീ ബഅദിൽ അംർ എന്ന് പറയാറുണ്ട്. ബഅദ് എന്ന് ചേർക്കാറുണ്ട്. ആ കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇവിടെ ബഅദ് എന്ന് കൊടുക്കാനുള്ള കാരണം? എന്താണ് ബഅദ് എന്ന് കൊടുക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികളോട് കാര്യങ്ങളിൽ കൂടി ആലോചിക്കാൻ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്വഹാബികളുമായിട്ട് കൂടി ആലോചിക്കേണ്ടി വരില്ല. കാരണം ചില കാര്യങ്ങൾ എന്തായിരിക്കും? വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തിൽ ഒരു വഹി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടി ആലോചനക്കോ മറ്റൊന്നിനും ഒരു പ്രസക്തിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫീ ബഅദിൽ അംർ എന്ന് പറയാനുള്ള കാരണം. ഇവിടെ ഈ ബാബുമായി ബന്ധപ്പെട്ട വിഷയം, മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനമെടുക്കുന്ന സന്ദർഭങ്ങളിൽ കൂടിയാലോചിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു കച്ചവടം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായതോ അല്ലാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അത് കൂടി ആലോചിക്കുക, അതിനെക്കുറിച്ച് അറിവുള്ള പരിചയമുള്ള ആളുകളുമായിട്ട് കൂടി ആലോചിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഇതുപോലെ കൂടി ആലോചിച്ചതായി കാണാം. ഉഹുദ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുമായി കൂടി ആലോചിച്ചു, നമ്മൾ ഉഹുദിലേക്ക് പോകണോ അതോ ശത്രുക്കൾ വരുമ്പോൾ മദീനയിൽ നിന്ന് നമ്മൾ പോരാടിയാൽ മതിയോ എന്ന് കൂടി ആലോചിച്ച് കാണാം. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ കള്ള ആരോപണം ഉണ്ടായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. അപ്പോൾ തന്റെ അടിമയായിട്ടുണ്ടായിരുന്ന വളർത്തുമകനായിട്ടുള്ള സെയ്ദ് റളിയല്ലാഹുവിന്റെ മകനായ ഉസാമ റളിയല്ലാഹുവിനോടും അതുപോലെ മകളുടെ ഭർത്താവായിട്ടുള്ള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ആലോചിച്ചിട്ടുണ്ട്. എന്താണ് ആ വിഷയത്തിലുള്ള തീരുമാനമെടുക്കേണ്ടത്, തന്റെ ഭാര്യയെ പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന വിഷയത്തിൽ. സഹാബികളിലും ഇങ്ങനെ പല വിഷയങ്ങളിൽ കൂടി ആലോചിച്ച് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ആയപ്പോൾ ആരാണ് അടുത്ത ഖലീഫയായിട്ട് ഉണ്ടാകേണ്ടത് എന്നവർ കൂടി ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഒരു വിഭാഗം സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുമായി യുദ്ധം ചെയ്യണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ കൂടി ആലോചനകൾ നടന്നിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് ധാരാളം വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തന്നെ മശൂറ കൂടിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു മുസ്ലിമിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും
അതിനെക്കുറിച്ച് അറിവുള്ള അനുഭവമുള്ള നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ആളുകളുടെ അടുക്കൽ കൂടി ആലോചിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, വളരെ പരിഗണിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ ബാബിൽ തന്നെ അടുത്ത ഹദീസിൽ അതിന്റെ ഒന്നുകൂടി പ്രാധാന്യം നമുക്ക് കാണാം. അനിൽ ഹസൻ ഖാല, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മസ്തശാറ ഖൗമുൻ ഖത്തു ഇല്ലാ ഹുദു ലിഅഫ്ളി മാ ബിഹദ്റതിഹിം ثم തലാ വഅംറുഹും ശൂറാ ബൈനഹും. ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്ത് ശൂറ, കൂടിയാലോചന എന്ന പേരിലുള്ളത്. ആ സൂറത്തിലെ 38ാമത്തെ ആയത്താണ്. അതിൽ പറയുന്നുണ്ട് വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യം അവരുടെ കൂട്ടത്തിൽ കൂടി ആലോചിച്ചാണ് ചെയ്യുക എന്നുള്ളത്. ആ ആയത്തുമായി ബന്ധപ്പെട്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വല്ലാഹി അല്ലാഹു ആണ്, മസ്തശാറ ഖൗമുൻ ഖത്തു ഇല്ലാ ഹുദു ലിഅഫ്ളി മാ ബിഹദ്റതിഹിം ثم തലാ. ഒരു സമൂഹവുമില്ല, അവർ ഒരു വിഷയത്തിൽ കൂടി ആലോചിക്കുകയാണെങ്കിൽ ആ കൂടിയാലോചനയുടെ ഫലമായിക്കൊണ്ട് ഏറ്റവും അഫ്ളലായിട്ടുള്ള ആ വിഷയത്തിലേക്ക് അവർ നയിക്കപ്പെടാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ് ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്ന ഭാഗത്ത്. സൂറത്ത് ശൂറയിലെ ആയത്ത് 36 മുതൽ 39 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു പറയാണ്, ഫമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ദുനിയാവിന്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് താൽക്കാലികമായിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കലാണ് നിലനിൽക്കുന്നതും ഉത്തമമായിട്ടുമുള്ള കാര്യങ്ങളുള്ളത്. അത് ഈമാനുള്ളവർക്കും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്കും ഉള്ളതാണ്. എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ പറയാണ്, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മ വൽ ഫവാഹിഷ്, വൻപാപങ്ങൾ അതുപോലെ മ്ലേച്ഛമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നവരാണ് അവർ. വഇദാ മാ ഗദിബൂഹും യഗ്ഫിറൂൻ, അവർക്ക് കോപം വന്നാൽ പോലും അവർ പുറത്തു കൊടുക്കുന്നവരാണ് അവർ. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവരാണ് അവർ. വഅഖാമുസ്സലാ, നിസ്കാരം നിർവഹിക്കുന്നവരാണ് അവർ. വഅംറുഹും ശൂറാ ബൈനഹും, അവരവരുടെ കാര്യങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നവരാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയിട്ടുള്ള റിസ്കിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. ഇവിടെ നോക്കൂ, മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാര്യങ്ങളിൽ കൂടി ആലോചിക്കുന്ന രീതി അവർക്കുണ്ടാവും. ഒരു കാര്യം തീരുമാനിക്കുന്നിടത്ത് കൂടി ആലോചിക്കുന്ന കാര്യം അവർക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ആവശ്യമായി വരുന്ന ഒരു കാര്യമാണത്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ, ദീനിന്റെ ഒരു നിയമത്തിന്റെ വിഷയത്തിലല്ല, ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി ഇപ്പോൾ ഒരാൾ നിസ്കരിക്കണോ വേണ്ടതെന്ന് കുറച്ച് ആളുകൾ കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല. കാരണം അള്ളാഹു കൽപ്പിച്ച് നിർബന്ധമാക്കിയ കാര്യമാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിലല്ല, അല്ലാതെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതാണ് നല്ലത്, ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നിടത്ത് നല്ലത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ നമ്മുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും, ഇപ്പൊ നമ്മളൊരു ജോലിക്ക് നോക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം തീരുമാനിക്കുകയാണ്, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് പറഞ്ഞു തരാൻ, നമ്മെ ഉപദേശിക്കാൻ കഴിവുള്ള ആളുകളോട് അത് കൂടി ആലോചിച്ച്, സൃഷ്ടികളുമായി കൂടി ആലോചിച്ച് അള്ളാഹുവിനോട് ഇസ്തിഖാറ ചെയ്ത് അള്ളാഹുവിനോട് ഖൈറിനെ തേടിക്കൊണ്ടാണ് ഒരു കാര്യം തീരുമാനിക്കേണ്ടത്. ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് എപ്പോഴും എടുത്തു ചാടുകയാണെങ്കിൽ അത് തെറ്റാനും അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അപകടത്തിലേക്ക് എത്താനും എല്ലാം കാരണമാകും. അടുത്ത ബാബു ഇസ്മി മൻ അശാറ അലാ അഖീഹി ബിഗൈരി റുഷ്ദിൻ. ഈ ബാബിൽ പറയുന്ന വിഷയം, ഒരാൾ അയാളുടെ സഹോദരൻ ഇയാളുമായിട്ട് കൂടി ആലോചിച്ചു. അപ്പൊ ഇയാൾക്ക് പ്രത്യേകിച്ച് അതിൽ യാതൊരു അറിവുമില്ല, യാതൊരു അഭിപ്രായവുമില്ല, ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു അടിസ്ഥാനവും നേർമാർഗവും ഒന്നും അറിയാതെയും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നത് അത് തെറ്റാണ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ അടുക്കൽ ഒരാൾ ആലോചിക്കാൻ ഒരു വിഷയം, അയാളുടെ ഒരു വിഷയം കൂടി ആലോചിക്കാൻ വരികയാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, അതിലെന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല, ഒന്നും പറയാനില്ല. പക്ഷെ നമ്മളെല്ലാം അറിയുന്ന ഒരാളെ പോലെ ഒരു വഴി അയാൾക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ തെറ്റാണ് എന്നുള്ളത് ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസ്. عن أبي هريرة رضي الله عنه قال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഖവ്വല അലയ്യ മാ ലം അഖുൽ, ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഫലിയതബവ്വ
മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ അവന്റെ സ്ഥാനം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഈ വിഷയം ഹദീസുകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ടുള്ള വിഷയങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. അറിവില്ലാത്തൊരു വിഷയത്തിൽ അത് അറിയുന്നത് പോലെ ഒരു നിർദ്ദേശം പറയുക, ഒരു അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറയുക എന്നുള്ളത് അത് തെറ്റാണ്. ഒരാൾ പ്രത്യേകിച്ച് കൂടി ആലോചിക്കുന്ന വിഷയത്തിൽ ഈ ഹദീസിനെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന നിലക്ക് കള്ള ഹദീസുകൾ, പറയാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, അത് ചേർത്തി പറയുക എന്നുള്ളത് വലിയ പാപമാണ്. നരകത്തിൽ സ്ഥാനം ഉറപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സഹാബികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സംഘം സഹാബികൾ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടെങ്കിൽ പല സഹാബികളും ആ ഹദീസ് ഉദ്ധരിക്കാൻ പേടിക്കുമായിരുന്നു. ഇപ്പോൾ സലഫുകൾ പറഞ്ഞാൽ കാണാം, മദീനയിൽ മസ്ജിദിൽ സഹാബികൾ ഉള്ള കാലത്ത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കാര്യം ചോദിച്ചാൽ അവിടെ വേറെ സഹാബികൾ ഉണ്ടെങ്കിൽ ഈ സഹാബി പറയും ഇന്ന ആളോട് ചോദിച്ചോ, അതിന് അയാൾ പറയും മറ്റേ ആളോട് ചോദിച്ചോ. കാരണം അവരിലേക്ക് അത് തെറ്റായി പോയിട്ടൊരു അബദ്ധം സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ അധിക സഹാബികളും ആ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇൽമ് മറച്ചു വെച്ചു എന്ന കുറ്റം ഉണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അറിയപ്പെട്ട ഹദീസാണ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് എന്ന് തുടങ്ങുന്ന ഹദീസ്. അതിൽ തൗഹീദ് ഉണ്ടെങ്കിൽ അവന് സ്വർഗപ്രവേശനം ഉണ്ടാകും എന്നുള്ള ഹദീസ് ആളുകളോട് അറിയിക്കട്ടെയോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വേണ്ട, ആളുകൾ എന്താകും അതിന്റെ മേലെ ആശ്രയിച്ച് കർമ്മങ്ങൾ ചെയ്യാത്ത അവസ്ഥയിലാകും എന്ന് പറഞ്ഞു. പിന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മരണശയ്യയിലെത്തി ആ അവസ്ഥയിലെത്തുമ്പോ ആ ഹദീസ് മറച്ചു വെച്ചാൽ ഒരു കുറ്റമാകുമല്ലോ, ഒരു ഇൽമ മറച്ചു വെച്ചതാകുമല്ലോ എന്നുള്ളത് ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ് ആ ഹദീസ് ഇങ്ങനെ ഉണ്ട് എന്ന് ആളുകളോട് പറയുന്നത്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ആരോപണമായിരുന്നു നബി വഫാത്തിന് ശേഷം മുഹാജിറുകളും അൻസാറുകൾക്കും കിട്ടാത്തത്ര ഹദീസ്. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഹിജ്റയ്ക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അപ്പൊ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഒന്നും കിട്ടാത്തത്ര ഹദീസ് എങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന് കിട്ടിയെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു മറുപടി പറയാറുണ്ട്. അൻസാരികൾ അവരുടെ തോട്ടത്തിൽ അവരുടെ തിരക്കിലായിരുന്നപ്പോൾ മുഹാജിറുകൾ അങ്ങാടിയിൽ കച്ചവടം ചെയ്തിരുന്ന സമയത്തും ഞാൻ പട്ടിണി കടന്നു റസൂലുള്ളാഹിന്റെ ഒപ്പം ഹദീസ് പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചത് ഇൽമ് മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് ശിക്ഷയുണ്ട് എന്നുള്ള ഖുർആനിലെ ആയത്തുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊക്കെ ആളുകൾക്ക് ഉദ്ധരിച്ചത്, അല്ലെങ്കിൽ അതൊന്നും പറയില്ലായിരുന്നു. കാരണം അവരത്രയധികം ഭയപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്നൊരു തെറ്റ് വരാതെ ഒരു അബദ്ധം സംഭവിക്കരുത് എന്ന്. സലഫുകൾ താബിഈയായിട്ടുള്ള സായിബ് ഇബ്നു യസീദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, സഹിബ്തു സഅദ് ഇബ്നു മാലിക് മിനൽ മദീന ഇലാ മക്ക, ഞാൻ സഅദ് ഇബ്നു മാലിക്കിനോടൊപ്പം മദീനയിൽ നിന്ന് മക്ക വരെ ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. ഫമാ സമിഅതുഹു യുഹദ്ദിസു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദീസിൻ വാഹിദിൻ, പക്ഷേ മദീനയിൽ നിന്ന് മക്ക വരെ അന്നത്തെ യാത്രയിൽ ഒരു തവണ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഹദീസ് ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഹദീസ് അറിയാത്തോണ്ടല്ല, പക്ഷേ അത് പറയാൻ വേറെ ആളുകൾ ഉണ്ടായിരിക്കെ ഞാൻ പറഞ്ഞ് അതൊരു അബദ്ധമായി പോകരുത് എന്നതുകൊണ്ട് മാത്രം പല സഹാബിമാരും ഈ ഹദീസിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം മറച്ചു വെച്ചിട്ടുണ്ട്. അഥവാ വേറെ ആളുകൾ പറയാൻ ഉണ്ടാവുന്ന നിലക്ക് അതില്ലാത്തപ്പോൾ അവർ പറഞ്ഞിട്ടുമുണ്ട്. അതാണ് ഈ ഹദീസിനെ മനസ്സിലാക്കേണ്ട ഒരു ആശയം. രണ്ടാമത്തേത്, ഈ ബാബിന്റെ പേരെന്താ? എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആളുകൾ കൂടി ആലോചിക്കുമ്പോൾ അറിവില്ലാതെ, റുഷ്ദില്ലാതെ, ശരിയായത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ പറഞ്ഞു കൊടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഒരാൾ നമ്മളോട് ഒരു കാര്യം, അയാളുടെ ഒരു കാര്യം വന്ന് കൂടി ആലോചിക്കുകയാണ്. നമുക്കൊരു കാഴ്ചപ്പാടുമില്ല അതിനെക്കുറിച്ച്, നമുക്കൊരു അറിവുമില്ല, ഒന്നുമില്ല. എന്നിട്ടും വലിയ അറിയുന്ന ആളെ പോലെ നീ അങ്ങനെ ചെയ്താൽ മതി, നീ ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ചെയ്തോ എന്ന നിലക്ക് പറയലും ഇതുപോലെ തന്നെ അറിവില്ലാതെ പറയുന്ന പോലെ കുറ്റമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നറിയിക്കാനാണ് ഈ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബ്, ബാബു അത്തഹാബി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അഥവാ മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ഇഷ്ടമുണ്ടാവുക, പരസ്പര സ്നേഹമുണ്ടാവുക എന്നുമായി ബന്ധപ്പെട്ട ഹദീസ്. ഈ കിതാബ് നമ്മൾ പറഞ്ഞു അദബുൽ മുഫ്രദ് എന്നാണ് പേര്. അഥവാ ജീവിതത്തിൽ ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട മര്യാദകളും നല്ല സ്വഭാവങ്ങളും ഗുണങ്ങളുമാണ് ഈ കിതാബിൽ പറയുന്ന ഹദീസുകളുടെ ആശയം സംഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ അടുത്തത് വരുന്നത് മുസ്ലിമീങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടാവുക, ഇഷ്ടമുണ്ടാവുക എന്ന വിഷയമാണ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹു ആണ് സത്യം. ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുസ്ലിമു, നിങ്ങൾ മുസ്ലിമീങ്ങളാകാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുസ്ലിമു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാവുകയില്ല. വഅഫ്ശുസ്സലാം തഹാബു, നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക, സലാം പറയുക, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടാകും, സ്നേഹമുണ്ടാകും. വയ്യാക്കും വൽ ബുഗ്ദ, പരസ്പരം വിദ്വേഷവും പകയും വെച്ച് പുലർത്തുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹാ ഹിയൽ ഹാലിഖതു, തീർച്ചയായിട്ടും അത് വടിച്ചു കളയുന്ന കാര്യമാണ്. ലാ അഖൂലു ലക്കും തഹ്ലിഖു ശഅർ, ഞാൻ പറയുന്നത് തലയിലെ മുടി വടിച്ചു കളയുന്നതിനെ പറ്റിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാകിൻ തഹ്ലിഖുദ്ദീൻ, ദീനിനെ വടിച്ചു കളയുന്ന കാര്യമാണ്, ദീനിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിമീങ്ങൾ തമ്മിൽ സ്നേഹബന്ധത്തിൽ നിലനിൽക്കാനും അവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാകാനും ദീൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുള്ള കാര്യമാണ്. അത് ഈമാനിന്റെ പൂർണ്ണതയാണെന്ന് പഠിപ്പിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ഇസ്ലാമിലെ ധാരാളം കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടും അല്ലാതെയുള്ള ഒരുപാട് മസലകളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചരക്ക് ഒരു മുസ്ലിമായ സഹോദരൻ ഒരു കാര്യത്തിന്റെ കച്ചവടം, ഒരു ചരക്കിന്റെ മേലെ കച്ചവടം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കയറി വേറൊരാള് കച്ചവടം നടത്താൻ പാടില്ല. ഒരാൾ ഇന്ന വിലക്ക് ഒരു സാധനം വാങ്ങാൻ ഒരാളിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു മുസ്ലിം ചെന്നിട്ട് ഞാൻ അതിനേക്കാൾ വില തരാം, ആ സാധനം തരണം എന്ന് പറയാൻ പറ്റൂല. ഒരാൾ ഇന്ന വിലക്ക് ഒരാളുടെ അടുത്ത് ഇന്ന വിലക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ആൾ പറഞ്ഞിട്ട് അതിലും വില കുറച്ച് ഞാൻ തരാന്ന് പറഞ്ഞാൽ അയാളത് വാങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു മുസ്ലിമായ സഹോദരൻ വിവാഹം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ അതിലൊരു തീരുമാനമാകാതെ പോയി വിവാഹം അന്വേഷിക്കാൻ, അത് ഒഴിവാകാതെ വിവാഹം അന്വേഷിക്കാൻ പാടില്ല. ഇങ്ങനെ ധാരാളം മസലകൾ ദീനിലെ വ്യത്യസ്ത ബാബുകളിൽ, കച്ചവടത്തിന്റെ വിഷയത്തിൽ, വിവാഹത്തിന്റെ വിഷയത്തിൽ, ബാക്കിയുള്ള മേഖലയിലൊക്കെ കാണാം. ഈ മേഖലയിലുള്ള ഹദീസുകളെ എല്ലാം പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഉലമാക്കൾ പറയുന്ന ഒരു അടിസ്ഥാന ഖായിദയുണ്ട്. ആ ഖായിദ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിമീങ്ങൾ പരസ്പരം ആ വിഷയത്തിന്റെ പേരിൽ എന്തുണ്ടാകാൻ പാടില്ല, ഒരു പിണക്കുണ്ടാകാൻ പാടില്ല, അവർ തമ്മിൽ ഇഷ്ടക്കേട് ഉണ്ടാകാൻ പാടില്ല. ഈ ഹദീസുകളുടെ എല്ലാം ഉദ്ദേശം മുസ്ലിമീങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ആ ഒരു ജീവിതം മുന്നോട്ട് പോകണം, ആ ഇസ്ലാമിക സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയാണ് കടമിടപാടാവട്ടെ, കച്ചവടമിടപാടാവട്ടെ, ബാക്കിയുള്ള ഏതൊരു മേഖലയിലും ആ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊരു അടിസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടാവുക, ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു മുസ്ലിം വേറൊരാളെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമുള്ള ഒരാളെ, തൗഹീദുള്ള, അള്ളാഹുവിനനുസരിക്കുന്ന ഒരാളെ വെറുക്കാൻ അവന് വേറെ കാരണമല്ല. കാരണം അള്ളാഹുവിന്റെ വലിയാണ് അവനെ ഇഷ്ടപ്പെടൽ ഒരു മുസ്ലിമിന്റെ മേലെ ബാധ്യതയാണ്. അപ്പോ ദീനിലെ ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതായി കാണാം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുസ്ലിമു, നിങ്ങൾ മുസ്ലിം ആകാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇവിടെ ഇസ്ലാം, ഈമാൻ, ഈ ഹദീസിൽ തന്നെ ചില റിവായത്തുകളിൽ, ചില ആശയങ്ങളിൽ ഈമാൻ, മുഅ്മിനാകാതെ എന്ന് കാണാം. ഈ ഇസ്ലാം, ഈമാൻ എന്നുള്ള ഈ രണ്ട് പദങ്ങൾക്ക് അർത്ഥം പറയുമ്പോൾ ഒരു നിയമമുണ്ട് അറബി ഭാഷയിലും ദീനിൽ ഉപയോഗിക്കുമ്പോൾ. അതായത് ഇസ്ലാം, ഈമാൻ എന്നുള്ളത് വേറെ വേറെ പറയുകയാണെങ്കിൽ, ഇസ്ലാം എന്ന് മാത്രം, ഈമാൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും അർത്ഥം ഒരു വാക്കിന് വരും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം എന്നുള്ള അർത്ഥം ഉണ്ടാവും, ഈമാൻ എന്നുള്ള അർത്ഥം ഉണ്ടാവും. എന്നാൽ രണ്ടും ഒരുമിച്ച് പറയുകയാണെങ്കിൽ, മുസ്ലിം, മുഅ്മിൻ, ഇസ്ലാം, ഈമാൻ എന്ന് ഒരുമിച്ച് പറയുകയാണെങ്കിൽ അർത്ഥം വേറെ വേറെ വരും. ഇസ്ലാം എന്നുള്ളതിന് ബാഹ്യമായ കർമ്മങ്ങൾ എന്ന അർത്ഥം വരും. ഈമാൻ എന്നുള്ളതിന് ഖൽബിൽ, ബാഹ്യമായ കർമ്മങ്ങളോടൊപ്പം ഖൽബിൽ ഉറച്ച വിശ്വാസം എന്ന ആശയം വരും. ഇവിടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഈമാൻ എന്നുള്ള ആശയം കൂടിയുണ്ട്. കാരണം സ്വർഗത്തിൽ ഒരിക്കലും ഒരു കാഫിർ പ്രവേശിക്കുകയില്ല. ഒരു കാഫിറിന് എന്തില്ല? സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. എന്നിട്ട് പറയാണ്, കാഫിർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ കുഫറിലായിക്കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ, മുഅ്മിനായി മരിച്ച ആളുകൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. എന്നിട്ട് പറയാണ്, വലാ തുസ്ലിമു ഹത്താ തഹാബു, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാവുകയില്ല, യഥാർത്ഥ മുഅ്മിനീങ്ങളാവുകയില്ല പരസ്പരം നിങ്ങൾ ഇഷ്ടപ്പെടാതെ. അത് ഈമാന്റെ പൂർണ്ണതയാണ് പറയുന്നത്.
ഈമാനിന്റെ കമാലിയത്തിൽപ്പെട്ട ഒരു കാര്യമാണ് പരസ്പരം ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. മുഅ്മിനീങ്ങൾ പരസ്പരം ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇഷ്ടമുണ്ടാകാൻ കാരണമാകുന്ന ഒരു കാര്യത്തെ അറിയിക്കുകയാണ്. വഫ്ശു സലാം തഹാബു, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, നിങ്ങൾ പരസ്പരം സലാം പറയുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അതിന്റെ പൂർണ്ണ രൂപം, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, ഈ 3 രൂപത്തിലും പറയാം. മൂന്നിനും പ്രതിഫലം അതിനനുസരിച്ച് വർദ്ധിക്കുന്നതാണ്. സലാം പറയണം. സലാം പറഞ്ഞത് ഒരാൾ സലാം പറഞ്ഞാൽ ആ സലാം വീട്ടുകയും വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം നിങ്ങൾ സ്നേഹമുണ്ടാകും, മുസ്ലിമുകൾ തമ്മിൽ സ്നേഹബന്ധമുണ്ടാകും. അതിനുള്ള ഒരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഇയ്യാകും വൽബുഗ്ദ, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുന്ന, പക വെച്ച് പുലർത്തുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? പിണങ്ങി നിൽക്കാൻ പാടില്ല. പിന്നെ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ല. ചില ഹദീസുകളിൽ ആ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവന്റെ പരലോകത്ത് വലിയ നഷ്ടമായിരിക്കും അവന് നേരിടേണ്ടി വരിക. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ പാടില്ല, മിണ്ടാതിരിക്കാൻ പാടില്ല, തെറ്റാൻ പാടില്ല. അതിൽ ആരാണോ ആദ്യം പോയി സംസാരിക്കുന്നത് അവനാണ് അതിൽ ഉത്തമനായിട്ടുള്ളവൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ പരസ്പരം വിദ്വേഷവും പകയും ആകുന്നതിനെ സൂക്ഷിക്കുക. എന്നിട്ട് പറയാണ് ഫഇന്നഹാ ഹിയൽ ഹാലിഖതു, തീർച്ചയായും ആ പകയും വിദ്വേഷവും ഉണ്ടാവുക എന്നുള്ളത് ഹാലിഖത്താണ്. ഹാലിഖത്ത് പറഞ്ഞാൽ വടിക്കുന്നത് എന്നാണ് അർത്ഥം. തലയെല്ലാം നമ്മൾ വടിക്കുന്ന, ബ്ലേഡ് വെച്ച് വടിക്കുന്നതിന്, അഥവാ അതിന്റെ ആ മുടിയുടെ ഒരു നാമ്പ് പോലും ഇല്ലാതെ പൂർണ്ണമായി വടിച്ചു കളയുന്നതിന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ല അഖൂലു ലക്കും തഹ്ലിഖു ശഅർ, തല വടിച്ചു കളയുന്ന കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എന്നിട്ട് പറയാണ് വലാകിൻ തഹ്ലിഖുദ്ദീൻ, ദീനിനെ അതിന്റെ അടിവേരില്ലാതെ മൊത്തമായിട്ട് വടിച്ചു കളയാൻ എന്ത് കാരണമാകും? പരസ്പരം മുസ്ലിമുകൾ തമ്മിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നത് ദീന് തന്നെ ഇല്ലാതാകാനുള്ള കാരണമായി അത് മാറുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മുസ്ലിമുകൾ തമ്മിൽ പരസ്പരം വിദ്വേഷം, പിണക്കം, പക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതവർ അങ്ങനെ ഉണ്ടെങ്കിൽ ധാരാളം മുസ്ലിമുകൾക്കിടയിൽ കാണാൻ സാധിക്കും. ഞാൻ ചില മസ്ജിദുകളിൽ മുമ്പ് കണ്ടിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ ഒരു മസ്ജിദ് നിസ്കരിക്കുന്ന ആളുകൾ സൊഫിൽ ഒരുമിച്ച് നിൽക്കൂല. പരസ്പരം എന്തെങ്കിലും അയൽവാസികൾ സ്ഥലത്തിന്റെ പ്രശ്നം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം പറഞ്ഞോ പരസ്പരം തെറ്റി പിണങ്ങി മസ്ജിദിൽ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ സൊഫിൽ അയാളുടെ അടുത്ത് നിൽക്കൂല, നേരെ അപ്പുറത്തെ ഭാഗത്ത് പോയിട്ടേ നിൽക്കുള്ളൂ. അത്രയധികം അകൽച്ച വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി കാണാം. ഇത് വളരെ അപകടമാണ്. കാരണം മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല, സ്വഹാബികൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല. അവരങ്ങേയറ്റം പരസ്പരം സ്നേഹിച്ചിരുന്ന, സ്വന്തത്തിനേക്കാൾ തന്റെ സഹോദരങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ. മുസ്ലിമീങ്ങൾ ആ ഒരു സ്വഭാവം മനസ്സിലാക്കണം, ആ പരസ്പരമുള്ള സ്നേഹബന്ധം ഉണ്ടാകണം. അടുത്ത ബാബു അൽ ഉൽഫ. ഉൽഫ എന്ന് പറഞ്ഞാൽ അടുപ്പം എന്നുള്ള അർത്ഥം, പരസ്പരം കൽബുകൾ ചേർന്ന് നിൽക്കുക. ഈ ബാബ് പറയുന്നതിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുസ്ലിമീങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ പരസ്പരമുണ്ട്. പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പല വിഷയങ്ങളിലും യോജിപ്പുണ്ടായിക്കൊള്ളുന്നില്ല, പല വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടുകൾ ഉണ്ടാകും. പക്ഷെ എന്നാലും ആ ഒരു അടുപ്പം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബാബിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വാക്ക്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്നുള്ള റിവായത്ത്, അദ്ദേഹം പറയുകയാണ് അന്നിഅമു തുക്ഫർ, അനുഗ്രഹങ്ങൾ അതിന് നന്ദികേട് കാണിക്കപ്പെട്ടേക്കാം. വറഹിമു തുഖ്ത, കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെട്ടേക്കാം. വലം നറ മിസ്ല തഖാറുബിൽ ഖുലൂബ്, ഖൽബുകൾ തമ്മിൽ അടുപ്പം കൊണ്ടു നടക്കുന്നതിനേക്കാൾ, അത് നിലനിർത്തുന്നതിനേക്കാൾ പോലെ ഒരു കാര്യവും നാം കാണുന്നില്ല എന്ന്. എന്താണ് ഈ ഹദീസ് കൊണ്ട്, അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുള്ള ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ത്? ഒന്നാമത്തേത് പറഞ്ഞത് അന്നിഅമു തുക്ഫർ, അനുഗ്രഹങ്ങൾ നന്ദി കാണിക്കപ്പെടാതെ അവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ അള്ളാഹുവിന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിമകൾ യഥാർത്ഥ രൂപത്തിൽ നന്ദി കാണിച്ചോളണമെന്നില്ല. ഇനി അതല്ലെങ്കിൽ ആളുകൾ പരസ്പരം ചെയ്യുന്ന കാര്യം തന്നെ, ഇപ്പൊ നമ്മൾ ഒരാളെ സഹായിച്ചു, അയാൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുത്തു, അതിന്റെ പേരിൽ അയാൾ പൂർണ്ണമായി നമുക്ക് നന്ദി കാണിച്ചോളണമെന്നില്ല. അയാൾ തിരിച്ച് നമ്മളോട് നന്ദികേട് കാണിക്കുന്ന അവസ്ഥയുണ്ടാകാം, അതിൽ നമ്മൾക്കെതിരാകുന്ന അവസ്ഥയുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകാം.
അതുപോലെ തന്നെ അർറഹിമു തുഖ്തഉ, കുടുംബബന്ധം മുറിക്കപ്പെട്ടേക്കാം. നമ്മൾ ബന്ധമുണ്ടാവുമ്പോൾ ആളുകൾ തമ്മിൽ ബന്ധം ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബന്ധമാണ് കുടുംബബന്ധം. ആ കുടുംബബന്ധം എന്നുള്ളത് എന്തെങ്കിലും വിഷയങ്ങൾ, എന്തെങ്കിലും പ്രശ്നത്തിന്റെ വിഷയത്തിൽ അടുപ്പമുള്ള ആളുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകാം, അല്ലെങ്കിൽ വിവാഹം കൊണ്ടുണ്ടാകുന്ന ബന്ധം, അല്ലെങ്കിൽ അല്ലാതെയുള്ള കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയൊക്കെ ഉണ്ടാകാം. പക്ഷേ എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലം നറ മിസ്ല തഖാറുബിൽ ഖുലൂബ്, ഖൽബുകൾ തമ്മിലുണ്ടാകുന്ന ആ അടുത്ത ഒരു ബന്ധം പോലെ പിന്നെ മറ്റൊന്നും ഇല്ല എന്ന് പറയാണ്. അഥവാ ആ ഖൽബുകൾ തമ്മിൽ വേറെ ഒരു കാര്യമില്ലെങ്കിലും, അതായത് അനുഗ്രഹം കൊടുത്തു വാങ്ങി ആ ഒരു ഇല്ല, കുടുംബബന്ധമില്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഇല്ലെങ്കിൽ പോലും ആളുകൾ തമ്മിൽ മുസ്ലിമീങ്ങളായ നിലയ്ക്ക് തന്നെ ഖൽബുകൾ തമ്മിലുണ്ടാകുന്ന അടുപ്പം, അവർ തമ്മിലുണ്ടാവേണ്ട ഒരു ബന്ധം, അത് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് എന്ന് അറിയിക്കുകയാണ്. കാരണം അത് ഒന്നുകൊണ്ടും മുറിക്കാൻ സാധിക്കാത്ത രീതിയിൽ പരസ്പരം ദീനിനു വേണ്ടി സ്നേഹിക്കുന്ന ആളുകളായിട്ട് മാറണം. അങ്ങനെ ഒരു അടുത്ത ബന്ധം ഉണ്ടാകണം എന്നുള്ളത് ഇന്ന് മുസ്ലിമീങ്ങൾക്ക് വളരെയധികം മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അകന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിമീങ്ങൾ പരസ്പരം ഉണ്ടാകേണ്ട ഈ ഒരു ബന്ധവും. കാരണം ദീനിന്റെ പല മസ്അലകളും അത് ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെ, അത് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മുസ്ലിമീങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകരുത് എന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അത് പരിഗണിക്കാതെ ആ മസ്അലകളുടെ പേരും പറഞ്ഞ് പരസ്പരം സ്നേഹബന്ധം മുറിച്ചു കളയുന്ന, ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ ഇന്ന് മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ട്. അല്ലാഹു തആല പിന്നെ നമ്മുടെ ഖൽബുകളെ, മുഅ്മിനീങ്ങളുടെ ഖൽബുകളെ പരസ്പരം യോജിപ്പിക്കുമാകട്ടെ. അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു തആല പറഞ്ഞു, ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. മദീനത്തുണ്ടായിരുന്ന ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ അവർ പരസ്പരം ഭയങ്കര അകൽച്ചയിലായിരുന്നു. പക്ഷേ ഇസ്ലാം സ്വീകരിക്കുന്ന വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ അല്ലാഹു തആല അവരുടെ ഖൽബ് യോജിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അല്ലാഹു തആല പറയാണ്, നീ ഭൂമിയിലുള്ളത് മൊത്തം ചെലവഴിച്ചാൽ പോലും എന്താവില്ലായിരുന്നു, അവരുടെ ഖൽബുകൾ യോജിക്കുന്ന, പരസ്പരം സ്നേഹബന്ധം അടുപ്പുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു ആണ് അത് ചേർത്തിയത്, അള്ളാഹു ആണ് അത് ചേർക്കേണ്ടത്. അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ, മുവഹ്ഹിദീങ്ങളുടെ ഖൽബുകളെ ഒരുമിപ്പിക്കുമാറാകട്ടെ. അടുത്ത ബാബ്, ബാബു അൽ മിസാഹ്, തമാശ പറയുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്ന വാക്കുകൾ, തമാശ പറയുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തമാശക്കായിട്ട് സംസാരിക്കുന്ന സംസാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയങ്ങളിൽ സ്വഹാബികളോടും അതുപോലെ എല്ലാം തമാശകൾ പറയാറുണ്ടായിരുന്നു. അത് ഒരിക്കലും പരിധി വിടാതെ ഹക്ക് മാത്രം പറഞ്ഞുകൊണ്ട് തമാശ പറയുന്ന ധാരാളം സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാം. അതിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ ബാബിൽ പറയുന്നത്. عن أنس بن مالك رضي الله عنه قال, أنس بن مالك رضي الله عنه പറയാണ്, أتى النبي صلى الله عليه وسلم على بعض نسائه ومعهن سليم رضي الله عنها. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചില പത്നിമാരുടെ അടുക്കൽ വന്ന സമയത്ത് ആ കൂട്ടത്തിൽ സലീം റളിയല്ലാഹു അൻഹ ഉണ്ട്, അഥവാ അനസ് ബിൻ മാലിക്കിന്റെ ഉമ്മയുണ്ട്. أن البراء بن مالك كان يحدو بالرجال وكان أنجشة يحدو بالنساء. അപ്പോൾ ഒരു യാത്രയിലാണ്. അപ്പൊ ആ യാത്രയിൽ ഒട്ടകത്തിനെ തെളിച്ചു കൊണ്ടുപോകാൻ, ഒട്ടകത്തിന്റെ മുകളിൽ ആളുകൾ ഇരുന്ന് ആ ഒട്ടകത്തിനെ കൊണ്ടുപോകാൻ, അതിനെ മുന്നോട്ട് നയിക്കാൻ ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ബറാ ഇബ്നു മാലിക്, അത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ ജ്യേഷ്ഠനാണ്, ഉമ്മു സുലൈമിന്റെ മകനാണ്. ആണുങ്ങളെ ഒട്ടകത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ ബറാ ഇബ്നു മാലിക് ഉണ്ടായിരുന്നു. വകാന അൻജശതു യഹ്ദു ബിന്നിസാ, അൻജശ എന്ന പേരുള്ള ഒരു അടിമയായിട്ടുള്ള ആൾ, അയാളാണ് സ്ത്രീകളുടെ ഒട്ടകത്തെ തെളിച്ചുകൊണ്ടുപോകുന്നത്, സ്ത്രീകൾ ഇരിക്കുന്ന ഒട്ടകത്തെ തെളിച്ചുകൊണ്ടുപോകുന്നത്. വകാന ഹസന സൗത്ത്, ഈ അൻജശ എന്ന വ്യക്തി നല്ല ശബ്ദമുള്ള ആളായിരുന്നു, നല്ല ശബ്ദമാണ്. ഒട്ടകത്തെ തെളിക്കുമ്പോൾ അവർ ചില നഷീദുകൾ, ചില വരികൾ പാടി തളിച്ചു പോകാൻ വേണ്ടിയിട്ട് ചില പാട്ടുകൾ പാടുന്ന രീതിയിൽ, ആ രീതിയിലുള്ള പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ പറയുന്ന ബൈത്തുകൾ പറയുന്ന പോലെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. നല്ല ശബ്ദമുള്ള ആയിരുന്നു അൻജശ. അങ്ങനെ പോകുന്ന സമയത്ത് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വിളിച്ചു പറഞ്ഞു, യാ അൻജശ, യാ അൻജശ റുവൈദൻ സൗഖക ബിൽ ഖവാരിർ, നീ കുറച്ച് മെല്ലെ പോവുക, കുറച്ച് മെല്ലെ പോവുക. സൗഖക ബിൽ ഖവാരിർ, നീ കൊണ്ടുപോകുന്നത്, നീ നയിച്ചു കൊണ്ടുപോകുന്നത്
കുപ്പിപ്പാത്രങ്ങളെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടാകുന്ന പാത്രങ്ങളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അത് തെറ്റായി പോകും, തെറ്റായ രീതിയിൽ ആളുകൾ മനസ്സിലാക്കുമെന്ന് വരെ അബൂ ഖിലാബ റഹിമഹുല്ലാഹ് പോലെയുള്ള പറഞ്ഞത് കാണാം. ഇവിടെ ഖവാരിർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നല്ല പാത്രങ്ങൾക്കാണ്, നമ്മളിപ്പോൾ ചില്ലിന്റെ പാത്രങ്ങളെല്ലാം പറയുന്നതിന് ഖവാരിർ എന്ന് പറയുക. ഇവിടെ എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യാത്രയിൽ പോവുകയാണ്. അപ്പോൾ സ്ത്രീകൾ യാത്രയിലുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പോൾ പുരുഷന്മാരുടെ ഒട്ടകം ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നയിക്കുന്നുണ്ട്, സ്ത്രീകളുടെ ഒട്ടകത്തെ നയിക്കുന്നത് അൻജശയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൻജശ എന്ന് പറഞ്ഞ ഈ അടിമ രണ്ട് ആശയത്തിൽ ഹദീസിനെ വിശദീകരിക്കാറുണ്ട്. ഒന്നാമത്തെ ആശയം പറഞ്ഞ് അതിനുശേഷം രണ്ടാമത്തെ പറയാം. അൻജശ ഈ ഒട്ടകത്തെ നയിക്കുന്ന ആ സന്ദർഭത്തിൽ കുറച്ച് വേഗത്തിൽ ധൃതിയിൽ കൊണ്ടുപോകുന്നതായി തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒട്ടകത്തിനെ കുറച്ച് ധൃതിയിൽ കൊണ്ടുപോകുന്നതായി തോന്നി. അപ്പോ അതിന് മേലെ സ്ത്രീകളാണ് ഇരിക്കുന്നത്. സ്ത്രീകൾ നമുക്കറിയാം പുരുഷന്മാരെക്കാൾ ശാരീരികമായിട്ട് ദുർബലതയുള്ളവരാണ്. അവരുടെ ശരീര പ്രകൃതം വളരെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പുരുഷന്മാരുടെ പോലെ ഇളക്കമോ എല്ലാം ഏറ്റു കഴിഞ്ഞാൽ ഒരുപാട് ശരീരത്തിന് കുഴപ്പങ്ങൾ വരുന്നവരാണ് സ്ത്രീകൾ, ദുർബലരായിട്ടുള്ളവരാണ്. അപ്പോ ആ സ്ത്രീകളെ കൊണ്ടുപോകുമ്പോൾ അൻജശ ഈ വേഗത്തിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് ആ സ്ത്രീകൾക്ക് എന്തെങ്കിലും അപകടം പറ്റാം, ഒന്നുകിൽ വീഴാനോ അല്ലെങ്കിൽ ആ ഇളക്കം കൂടുതലായിട്ട് എന്തെങ്കിലും കുഴപ്പം പറ്റാനോ സാധ്യത ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയാണ്, യാ അൻജശ റുവൈദൻ എന്ന് പറഞ്ഞാൽ ഇംഹൽ, മെല്ലെ മെല്ലെ കുറച്ച് ഗ്യാപ്പിട്ട് പതുക്കെ പോ. സൗഖക ബിൽ ഖവാരിർ, നീ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ചില്ല് പാത്രങ്ങളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയായിട്ട് പറയാണ്, പറയുന്ന വാക്കായിട്ട് പറയാം. അതായത് സ്ത്രീകൾ വളരെ ശ്രദ്ധയോടുകൂടി, ഇപ്പോൾ നമ്മൾ ഒരു പൊട്ടുന്ന ഒരു സാധനം, ഒരു ഗ്ലാസോ അല്ലെങ്കിൽ പാത്രമോ ഒക്കെ ഒരു പാർസൽ അയക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ അയക്കാം? നമ്മളിപ്പോൾ പാർസൽ വാങ്ങുമ്പോൾ അത് നന്നായി പൊതിഞ്ഞ് അതിന്റെ പൊട്ടാതിരിക്കാനുള്ള മറ്റുള്ള പ്രത്യേക കവറിൽ പൊതിഞ്ഞ് അത് പെട്ടിയിലാക്കി അത് ഇളകാത്തതായിട്ട് വെച്ച് അങ്ങനെയാണ് കൊണ്ടുപോകുക. കാരണം അത് പെട്ടെന്ന് പൊട്ടുന്നുള്ളതുകൊണ്ട്. പെട്ടെന്ന് പൊട്ടൂല എന്ന് നമുക്ക് ഉറപ്പുള്ള സാധനങ്ങളാണെങ്കിലോ ഇത്ര ശ്രദ്ധയോടുകൂടി നമ്മൾ ഇതാകുന്നില്ല. അപ്പൊ സ്ത്രീകളെ ആ ഒട്ടകത്തിന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ ശരീരത്തിന് കുഴപ്പങ്ങൾ തട്ടാതെ വളരെ സൂക്ഷ്മമായി കൊണ്ടുപോകണം എന്ന് പറയാം. ഇത് നമുക്ക് ഇന്ന് കാലത്തും ബാധകമാണ്. ഇപ്പൊ ചില ആളുകൾ കാണാൻ സാധിക്കും, സ്ത്രീകളെല്ലാം കാറിലൊക്കെ പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ തന്നെ ഒരു പരിഗണനയും ഇല്ലാതെ വളരെയധികം റഫായിട്ട് ഓടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓടിക്കുന്ന കാണാം. സ്ത്രീകളുടെ ശരീരപ്രകൃതി അതിന് യോജിച്ചതല്ല. അവരുടെ ശരീരത്തിൽ അതിന്റെ ഫലമായി പല കുഴപ്പങ്ങളും സംഭവിക്കും. അവരുടെ അത്രയും മൃദുലമായി കൊണ്ടു നടക്കേണ്ടവരാണ് സ്ത്രീകളുടെ ശരീരപ്രകൃതി. അപ്പൊ വാഹനത്തിലാണെങ്കിൽ, ഇന്ന് കാലത്തെ വാഹനത്തിലാണെങ്കിലും അവരുടെ അത്ര സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകണം. രണ്ടാമത്തെ ആശയം ഈ ഹദീസിനെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ധാരാളം പണ്ഡിതന്മാർ ഈ ആശയവും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അൻജശ റളിയല്ലാഹു അൻഹു അടിമയെ കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തിൽ, സ്ത്രീകളെ ഒട്ടകത്തിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ അടിമ എന്ത് പാടുന്നുണ്ട്? പാട്ട് പോലെ വരികൾ പാടുന്നുണ്ട്. അഥവാ ഒട്ടകം നേരെ പോകാൻ വേണ്ടി, ഒന്നുകൂടി വേഗത്തിൽ പോകാൻ വേണ്ടി അന്ന് ബൈത്തുകൾ, ഓരോ ബൈത്തുകളും കവിതകളും. ഇപ്പൊ നമുക്കറിയാം ഖന്തഖ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും കല്ലും മണ്ണൊക്കെ എടുക്കുന്ന സമയത്ത് ആ ജോലി ഒന്ന് എളുപ്പമാകാൻ ബൈത്തുകൾ പാടാറുണ്ട്, വരികൾ പാടാറുണ്ട്. അപ്പൊ അതുപോലെ അൻജശ പാട്ട് പാടുന്നുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, വകാന ഹസന സൗത്ത്, നല്ല ഭംഗിയുള്ള നല്ല ശബ്ദമുള്ള ആളായിരുന്നു ആര്? അൻജശ. അപ്പൊ അൻജശയുടെ ആ പാട്ട് കേട്ട് അല്ലെങ്കിൽ ആ കവിതകൾ കേട്ട് സ്ത്രീകളുടെ കൽബിന്, കാരണം പെട്ടെന്ന് ആസ്വദിച്ച് അതിലെന്തെങ്കിലും ഒരു ഫിത്ന വരാതിരിക്കാൻ, അതിന്റെ ആസ്വാദനത്തിൽ മുഴുകി കൽബിന് ദോഷം ബാധിക്കാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അപ്പൊ അർത്ഥം യാ അൻജശ റുവൈദൻ സൗഖൽ ഖവാരി എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ കൽബ് വളരെ മൃദുലമായതാണ്. പെട്ടെന്ന് അവർക്ക് അപകടം പറ്റും, അവർ പല ഫിത്നയിലും പെട്ടെന്ന് അകപ്പെടും. അപ്പോ മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്ത്രീ പുരുഷന്റെ പോലെയല്ല, പുരുഷനേക്കാൾ ദുർബലരാണ്. അത് എല്ലാം കൊണ്ടും, മതം കൊണ്ടും അനുഭവം കൊണ്ടും സയൻസ് കൊണ്ടും എല്ലാം കൊണ്ടും തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പൊ എത്ര ആളുകൾ ഫെമിനിസം പറഞ്ഞു വന്നാലും ലിബറലിസം എന്ന് പറഞ്ഞാലും അത് ഒരു കാര്യം കൊണ്ടും, എന്തെങ്കിലും ഒരു മാനദണ്ഡം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സ്ത്രീയും പുരുഷനും ഒരുപോലെ തെളിയിക്കാൻ പറ്റൂല. എല്ലാം കൊണ്ടും പുരുഷനേക്കാൾ ശരീരപ്രകൃതം കൊണ്ടും കൽബ് കൊണ്ടും മാനസിക അവസ്ഥ കൊണ്ടും ദുർബലരാണ് സ്ത്രീകൾ. അപ്പൊ അവരുടെ കൽബിൽ
നീ പാടുന്ന ഈ പാട്ട് അതുപോലെ അല്ലെങ്കിൽ ഈ വരികൾ നിന്റെ ശബ്ദം അതൊരു ഫിത്നയോ കുഴപ്പമോ എല്ലാം ഉണ്ടാക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് നീ അത് നിർത്തി മെല്ലെ അത് നിർത്താൻ ആ ഒരു കുഴപ്പമുണ്ടാക്കാതെ പോകണം എന്ന ആശയത്തിലും കാണാം. അപ്പൊ രണ്ടാശയമാണ്. ഒന്ന്, അവരുടെ ശരീരത്തിന് ദോഷം വരരുത്, അത് മൃദുലമായിട്ടുള്ളതാണ്, അത് പൊട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതല്ലെങ്കിൽ കൽബിന് ഒരു കുഴപ്പം വരരുത്, അതിനൊരു പ്രശ്നം ഉണ്ടാകുന്ന അവസ്ഥ വരരുത്. ഈ രണ്ടാശയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വാക്ക് പറഞ്ഞത്? നീ ആ ചില്ലുപാത്രങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആ കാര്യങ്ങളെയാണ് നീ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് മെല്ലെ പോവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം. ഇവിടെ ഈ ബാബിൽ കൊടുക്കാനുള്ളത് ആ സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില്ലുപാത്രങ്ങൾ എന്ന വാക്കുകൊണ്ട് പരാമർശിച്ചു എന്നുള്ളതാണ്. അടുത്ത ഒരു ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാലു യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുനാ ഖാല ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖ്ഖൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക തുദാഇബുനാ, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്, ഞങ്ങളെ കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖ്ഖൻ. അപ്പോ റസൂലുള്ളാഹി പറയാണ്, ഞാൻ ഹഖല്ലാതെ ഒന്നും പറയാറില്ല. ഇത് ഈ ഭാഗം മാത്രമല്ല, ഈ ഹദീസിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു പ്രായമായ വൃദ്ധയായ ഒരു സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമോ എന്നുള്ള ആശയത്തിൽ ചോദിച്ചു. നല്ല സ്ത്രീയാണ്, മുഅ്മിനത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത അജൂസുൻ, വൃദ്ധകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. വൃദ്ധകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീക്ക് ഭയങ്കര വിഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്താണ്? ആ സ്ത്രീ വിഷമിച്ച് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ എല്ലാവർക്കും പ്രായം എന്താണ്? 33 വയസ്സായിരിക്കും. യുവാക്കളായിരിക്കും എല്ലാവരും, യുവാക്കളും യുവതികളായിരിക്കും. സ്വർഗത്തിൽ വൃദ്ധരോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രായാധിക്യത്തിലോ രോഗിയോ ആയിട്ടുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാക്കിനെ അല്ലെങ്കിൽ ആ കാര്യത്തെ ഈ ഒരു അർത്ഥത്തിൽ ഈ സ്ത്രീയോട് പറഞ്ഞപ്പോൾ സഹാബികൾ പറഞ്ഞ ഞങ്ങളെ കളിപ്പിക്കുകയാണ് എന്ന നിലക്ക് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖ്ഖൻ, ഞാൻ തമാശക്ക് പറയുകയാണെങ്കിലും എന്ത് പറയില്ല? ഹഖല്ലാത്ത, ശരിയല്ലാത്ത ഒന്നും ഞാൻ പറയില്ല. ഇതേ സമയം ചില ആളുകൾ കാണാം, ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടി, തമാശയാക്കാൻ വേണ്ടി പല ഇല്ലാത്ത കഥകളും കളവുകളും പറഞ്ഞുകൊണ്ട് ആളുകളെ ചിരിപ്പിക്കുന്ന ആളുകളുണ്ടാവും. നമുക്കൊക്കെ അറിയുന്നുണ്ടാവും അങ്ങനെ ഏതെങ്കിലും ഒരാൾക്കാരെ. ചില ആളുകൾ അങ്ങനെ ആയിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുദ്ഹിക ബിഹിൽ ഖൗം ഫയക്ദിബു വൈലുൽ ലഹു. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആള്, അവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഹഖിന് എതിരായ അവസ്ഥയിലല്ല. അതുപോലെ സഹാബികളുമായി ബന്ധപ്പെട്ട് കാണാം. അൻ ബക്കർ ബിൻ അബ്ദില്ലാ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്, ഖാല കാന അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതബാദഹൂന ബിൽ ബിത്തീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പരസ്പരം തണ്ണിമത്തൻ എറിഞ്ഞുകൊണ്ട് കളിക്കാറുണ്ടായിരുന്നു. ഒരാളുടെ മേത്തേക്ക് വെറുതെ എറിഞ്ഞിട്ട് കളിക്കാറുണ്ടായിരുന്നു. അവരിങ്ങനെ തമാശക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് പറയാണ്, ഫൈദാ കാനത്തിൽ ഹഖായിഖ് കാനൂ ഹുമുർ റിജാൽ. അതെങ്ങാനും കാര്യമായിട്ടൊരു കാര്യത്തിനാണെങ്കിൽ, അഥവാ യുദ്ധത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് യഥാർത്ഥ പുരുഷന്മാരെ പോലെ ആകുമായിരുന്നു. അതായത് സഹാബികൾ കളിയും തമാശയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ എന്നറിയിക്കാനാണ്. എപ്പോഴും നമ്മള് സഹാബികളുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ ശരിയാണ്, അവർ പരലോകത്തെ ഓർത്ത് കരയുന്നവരാണ്, അത് ഗൗരവമായി കാണുന്നവരാണ്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ മാനുഷികമായി ദീനിന്റെ പരിധി ലംഘിക്കാത്ത രീതിയിൽ കളിയും തമാശയും അവരിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സഹാബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ണിമത്തനോ മറ്റോ എറിഞ്ഞിട്ട് തമാശയായ നിലക്ക് അവർ കളിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അതോടൊപ്പം പറയാണ് ഈ താബിഈ, ഫൈദാ കാനത്തിൽ ഹഖായിഖ്, അതെങ്ങാനും കാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ, യുദ്ധത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ആ വിഷയങ്ങൾ എന്തിലാണെങ്കിൽ, കാനൂ ഹുമുർ റിജാൽ, അവർ യഥാർത്ഥ പുരുഷന്മാരെ പോലെ ധീരതയോടുകൂടി നിൽക്കുന്ന ആളുകളായി അവർ മാറുമായിരുന്നു. പല സഹാബികളുടെ ജീവിതം നോക്കിയാൽ കാണാം, അവർ വീടിനകത്ത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത് കാണാം. അവർ വീടിനകത്ത് ഭാര്യയും കുട്ടികളുടെ അടുത്തെല്ലാം വായിൽ നിന്ന് ഉമിനീരൊലിക്കുമാറ് കുട്ടിത്തവും കളിയുമായിട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ സെയ്ദ് ഇബ്നു സാബിത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലോ അത് യഥാർത്ഥ പുരുഷത്വത്തോടു കൂടി സീരിയസ് ആയി നിൽക്കുന്ന ആളുകളായിരുന്നു. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു അസ്ർ കാണാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് കുട്ടികളെ പോലെ ആവുക.
വീടിനകത്ത്. അവർ പുറത്തേക്ക് വരുന്ന സമയത്തോ ആവശ്യമായ സന്ദർഭത്തിൽ പുരുഷനെ പോലെ ആവുകയും ചെയ്യുക. അപ്പോൾ കളിയും തമാശയും ഒന്നും ഇല്ലാത്ത ആളുകളല്ല സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞിട്ടുണ്ട്, സഹാബികളും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശയായിട്ട് പറഞ്ഞ ഒരു കാര്യം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹ്മിലുഹു. ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വാഹനമൃഗത്തിൽ കയറ്റണം. ഇപ്പൊ യുദ്ധത്തിനെല്ലാം പോകുമ്പോൾ വാഹനമൃഗമില്ലാത്ത സഹാബികൾ യുദ്ധത്തിന് വരുന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും വാഹനത്തിൽ കയറിയിട്ട് ഒപ്പം വരിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ആവശ്യപ്പെട്ട് വന്നു, എനിക്ക് ഒരു ഒട്ടകത്തിന്റെ മേലെ എന്നെ കയറ്റണം, അല്ലെങ്കിൽ ഒട്ടകം നൽകണം, എനിക്ക് യാത്ര ചെയ്യാൻ എന്തെങ്കിലും സൗകര്യം വേണം എന്ന് എനിക്ക് പറഞ്ഞു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറഞ്ഞു, അന ഹാമിലുക അലാ വലദി നാഖത്തിൻ, ഞാൻ നിന്നെ ഒരു പെണ്ണൊട്ടകത്തിന്റെ കുട്ടിയുടെ മേലെ ഏറ്റാമെന്ന് പറഞ്ഞു. പെണ്ണൊട്ടകത്തിന്റെ കുട്ടിയുടെ മേലെ ഏറ്റാമെന്ന് പറഞ്ഞു. ഒന്നാമത് പെണ്ണൊട്ടകങ്ങളെ അങ്ങനെ യാത്രക്ക് ഉപയോഗിക്കാറില്ല, രണ്ട് അതിന്റെ കുട്ടിയുടെ മേലെ ഏറ്റാമെന്ന് പറഞ്ഞു. അപ്പോ ഈ സഹാബി ആകെ അത്ഭുതപ്പെട്ടു. പെണ്ണോട്ടത്തിന്റെ മേലെ തന്നെ അങ്ങനെ യാത്ര പോവില്ല, അതിന്റെ കുട്ടീന്റെ മേലെ എന്താ റസൂലുള്ളാഹി പറയണത്? ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ അസ്നഉ ബിവലദി നാഖത്തിൻ, റസൂലേ ഞാൻ എന്ത് ചെയ്യും, ഒരു പെണ്ണൊട്ടകത്തിന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എങ്ങനെയാണ് അതിൽ പോകാൻ പറ്റുക ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ തലിദുൽ ഇബില ഇല്ല നൂഖ്, പെണ്ണൊട്ടകല്ലാതെ ആരാണ് ഈ ഒട്ടകങ്ങളെ പ്രസവിക്കാറുള്ളത്? അതായത് ഏതൊരു വലിയ ഒട്ടകം എന്തായിരിക്കും, ഒരു പെണ്ണൊട്ടകത്തിന്റെ കുട്ടിയായിരിക്കും, എത്ര വലുതായാലും കുട്ടിയായിരിക്കുമല്ലോ. അപ്പോ ആ കാര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ ഒന്ന് തമാശയാക്കാൻ വേണ്ടി ഈ ഒരു രീതിയിൽ പറഞ്ഞു എന്ന് കാണാം. അപ്പൊ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. നബി പറയുന്ന രീതി ഹക്കായിക്കൊണ്ട് ആ കാര്യത്തെ തമാശയായിക്കൊണ്ട് പറഞ്ഞ സന്ദർഭങ്ങളാണിത്. അടുത്ത ബാബുൽ മിസാഹി മഅസ്സബി, കുട്ടികളുമായിട്ട് തമാശ കളിക്കുന്ന, തമാശ പറയുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ചെറിയ കുട്ടികളുമായിട്ട് തമാശയും കളിയും വർത്തമാനവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. ഈ ബാബിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലയുഖാലിതുനാ, അനസ് ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തുമ്പോൾ 10 വയസ്സാണ് പ്രായം. അപ്പോ അനസ് ബിൻ മാലിക് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൂടി ഇടപഴകാറുണ്ട്, അഥവാ കുട്ടികളോട് കൂടിയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപഴകി ഇരിക്കാറുണ്ട്. ഹത്താ യഖൂല ലി അഖിൻ ലി സഗീരിൻ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയ സഹോദരനോട് പറയാറുണ്ടായിരുന്നു, യാ അബാ ഉമൈർ, ഏ അബൂ ഉമൈർ, മാ ഫഅല നുഗൈർ, നുഗൈർ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇവിടെ അനസ് ബിൻ മാലിക്കിന്റെ ചെറിയ സഹോദരൻ അബൂ ഉമൈർ എന്ന് പറഞ്ഞാൽ അനസ് ബിൻ മാലിക്കിന്റെ ഉമ്മയാണ് ആര്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ മാലിക് അഥവാ അനസ് ബിൻ മാലിക്കിന്റെ ഉപ്പ മുശ്രിക്കായി പോയതിനു ശേഷം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മുസ്ലിം ആയപ്പോൾ വിവാഹം കഴിച്ച ആളാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ചരിത്രം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായ ജനിച്ച മകനാണ് ആര്? അബൂ ഉമൈർ എന്ന് പറയുന്നത്. ഈ അബൂ ഉമൈറിന്റെ ചരിത്രങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരു മകൻ മരിച്ച് കഫൻ ചെയ്ത് ഭർത്താവിനോട് പറയാതെ ഭക്ഷണം കൊടുത്ത് സമയമല്ലോ, അതിൽ മരണപ്പെട്ട കുട്ടിയാണ് ഈ അബൂ ഉമൈർ എന്ന് പറയുന്നത്. ഈ അബൂ ഉമൈർ എന്നുള്ള കുട്ടിയാണ് മരണപ്പെടുന്നത്. അപ്പൊ ആ അബൂ ഉമൈർ കുട്ടിയായിരിക്കുന്ന സമയത്ത്, മരണപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക്, ഉമ്മു സലീം റളിയല്ലാഹു അൻഹയുടെ അബൂ തൽഹയുടെയും വീട്ടിലേക്ക് അതിഥിയായി വന്നതാണ്. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ നിസ്കരിക്കാൻ ഒരു സ്ഥലത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിസ്കരിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ അബൂ ഉമൈർ അവിടെ ഇരിക്കുന്നുണ്ട്. അബൂ ഉമൈറിന് ഒരു ചെറിയ നുഗൈർ എന്ന് പറഞ്ഞാൽ ചെറിയ പക്ഷി എന്ന അർത്ഥം, ചെറിയൊരു പക്ഷി കളിക്കാനുണ്ടായിരുന്നു. പക്ഷിയെ അബൂ ഉമൈർ വളർത്താറുണ്ട്. ആ പക്ഷി മരണപ്പെട്ടു, അത് ചത്തുപോയി. അങ്ങനെ വിഷമത്തിലിരിക്കുമ്പോൾ അബൂ ഉമൈർ വിഷമത്തിലിരിക്കുകയാണ്. ആ പക്ഷി അതിനുശേഷം ആ വിഷമം കൂടി രോഗമായിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് യാ അബാ ഉമൈർ കുനിയത്ത് വിളിച്ചിട്ട്, അബൂ ഉമൈർ മാ ഫഅല നുഗൈർ, എന്താണ് നിന്റെ ആ ചെറിയ ഇതിനെന്താണ് പറ്റിയത് എന്ന് വളരെ അറബിയിൽ ആ പറയുന്ന രൂപം ലുഗൈർ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി തസ്ഗീറിന്റെ രൂപത്തിൽ ചോദിക്കുകയാണ്. വിശ്വാസം അത്രയും ആ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ തമാശക്കും അല്ലെങ്കിൽ ആ കുട്ടികളുമായിട്ട് ഇടപഴകാറുണ്ടായിരുന്നു അറിയിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു, എന്ത് പറ്റിയെന്നുള്ളത് ചോദിച്ചിരുന്നു എന്ന് കാണാം.
ഈ ഹദീസ് ചില പണ്ഡിതന്മാർ പിന്നെ ഹദീസിന്റെ ആളുകളെ എതിർക്കുന്ന മാറി നിൽക്കുന്ന ചില ആളുകൾ പറയാറുണ്ട്, ഹദീസിന്റെ ആളുകൾ ഒരാവശ്യവുമില്ലാത്ത ഹദീസുകൾ വരെ ഉദ്ധരിക്കുന്നു എന്ന്. എന്നിട്ട് ഉദാഹരണമായി ഹദീസ് കൊടുക്കും, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫായിദ ഇല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് 60ഓളം ദീനിന്റെ വ്യത്യസ്ത ഫവായിദുകൾ ഈ ഹദീസിലുണ്ട് എന്ന് എണ്ണി പറയാറുണ്ട്. അതായത് എല്ലാ കാലഘട്ടത്തിലും ഹദീസിന്റെ ആളുകൾ ഉണ്ടാവും, ഹദീസിന്റെ സനദുകളും മറ്റും പഠിച്ചിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് മുൻകാലഘട്ടത്തിൽ. അതല്ലാതെ സനദുകൾ വലിയ സീരിയസ് ഇല്ലാതെ ഫിഖഹിൽ മാത്രം നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഹദീസിന്റെ ആളുകൾ ഓരോ ഹദീസും അതിന്റെ സനദ് മൊത്തം നോക്കി അത് സഹിയാണോ നോക്കി എടുത്തു വെക്കും, രേഖപ്പെടുത്തി വെക്കും. അപ്പൊ ഈ ഹദീസ് ഒന്നും ഒരു ഫായിദല്ല, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് മറ്റേ വിഭാഗം പറയാറുണ്ട്. ഇനി ഹദീസിന്റെ പണ്ഡിതന്മാർ ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് പറയാറുണ്ട്, ഇത് ചെറിയൊരു ഹദീസാണെങ്കിലും 60ഓളം ഫായിദകൾ ഈ ഹദീസിലുണ്ട്. അത് ചിലതാണ്, ഒന്ന് പിന്നെ തന്റെ സഹോദരന്മാരെ സന്ദർശിക്കുക എന്നുള്ളത് ഫളുള്ള കാര്യമാണ്. കാരണം അനസ് മാലിക് റളിയല്ലാഹു വീട്ടിലേക്ക് സന്ദർശിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ സന്ദർശകന് ആ വീട്ടിൽ നിസ്കരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നിസ്കരിപ്പിച്ചു, ആ വീട്ടിൽ നിസ്കരിക്കൽ അനുവദനീയമാണ് എന്നുള്ളത്. നിസ്കരിക്കാൻ പ്രത്യേകം ഒരു സ്ഥലം തെരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇൽമുള്ള ആളുകളെ അല്ലെങ്കിൽ പിന്നെ ബറക്കത്തുള്ള അങ്ങനെയല്ല നല്ല സ്വാലിഹ്യങ്ങളായ ആളുകളെ പിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്, അവരെ ഇൽമിൽ നിന്ന് ഫായിദ എടുക്കാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കും. അങ്ങനെ ധാരാളം ആളുകളോട് കൃപയോടുകൂടി സംസാരിക്കുക, കുട്ടികളോട് നല്ല രീതിയിൽ സംസാരിക്കുക, അങ്ങനെ തുടങ്ങി ധാരാളം ഫായിദകൾ ഈ ഒരു ഹദീസിൽ നിന്ന് തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളോട് പോലും അവർക്ക് ഗൗരവത്തിൽ എടുത്തിരുന്ന അവരുടെ കാര്യങ്ങൾ, അവരുടെ ഒരു കുട്ടി, ഒരു ചെറിയ പക്ഷി ചത്തുപോയി അതിന്റെ വിഷമത്തിൽ ഇരിക്കുമ്പോൾ അതിനെ പോയി അന്വേഷിക്കാനുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളോട് കാരുണ്യം കാണിക്കുക, അവരോട് സംസാരിക്കുക ഒക്കെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.